Welcome all of you to the next session of Java. ലാസ്റ്റ് സെഷൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി നോ ദാറ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യണം. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, യെസ് വാട്ട് ആർ ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ഓർ വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായി ചോദിക്കാം. മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്, ഓർ വാട്ട് ഈസ് പോളിമോർഫിസം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം, what is inheritance, what are the different types of inheritance. So you can expect this type of questions from in this module. Okay, next the last object oriented programming concepts, modularity and message passing. Okay, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ മൊഡ്യൂളാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് യു മേ ഹേർഡ് അബൌട്ട് മൊഡ്യൂളാരിറ്റി, modules, functions. Okay, modularity എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോർ കമ്പോണൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾ ആപ്ലിക്കേഷനെ ചെയ്യുന്നതിന് പകരം we first of all find out what are the different modules or what are the different components in that particular application. Okay, so based on that components we develop the software independently, modules one by one. Okay, അപ്പോൾ modularity എന്ന് പറയുന്നത് it is a process of decomposing a problem into set of modules or functions or components. അപ്പോൾ modularity എന്ന് പറയുന്നത് it is a process of decomposing a problem into set of modules so as to reduce the overall complexity of the problem. This is the great advantage. This is the basic concept behind modularity. Modularity എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ എയിം തന്നെ അതാണ്, ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ആപ്ലിക്കേഷൻ. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ കണ്ടെയ്ൻ thousands of program codes. So in order to reduce the complexity, we divide the problem into independent modules, and we develop these modules independently, and finally we combine the result of all the modules as a result of the entire application. നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂലാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിന് മാത്രമല്ല, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെയും കൂടി ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആപ്ലിക്കേഷനെ അത് എത്ര ചെറിയ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കോംപ്ലക്സ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, we find out what are the modules in that application. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊപ്പോസ്ഡ് വർക്കിൻ്റെ അകത്തുള്ള ടാസ്കിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഡെവലപ്പ് ദിസ് ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി വൺ ബൈ വൺ പാരലായിട്ട് ചെയ്യാം. അത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ഡിസിഷൻ അനുസരിച്ചിരിക്കും. അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് പാരലായിട്ട് എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ഓരോ മൊഡ്യൂൾസ് ചെയ്യാം. ഇനി ഒരു സിംഗിൾ അല്ലെങ്കിൽ വളരെ ചെറിയൊരു കമ്പനി ആണെങ്കിൽ മൊഡ്യൂൾസ് വൈസ് വൺ ബൈ വൺ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് ശരിക്കും മൊഡ്യൂലാരിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴെ മറ്റൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം. ഓക്കെ, മൊഡ്യൂലാരിറ്റി എന്ന് പറയുന്നത് മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക് ദാറ്റ് എംഫസൈസ് സെപ്പറേറ്റിംഗ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് പ്രോഗ്രാം ടു ഇൻഡിപെൻഡൻറ്റ് interchangeable modules such that each contain everything necessary to execute only the aspect of the desired function. Okay, ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊഡ്യൂലാരിറ്റിയെ ഡിഫൈൻ ചെയ്യാം. I think the first one is more simple and more accurate. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട, നിങ്ങൾ ഈ ഒരു സെമസ്റ്ററിൻ്റെ അകത്തിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുന്നുണ്ടായിരിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഡെവലപ്പ് എ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ് എന്താണ്, ഓക്കെ, അത് എത്രത്തോളം ക്വാളിറ്റിയുള്ള സോഫ്റ്റ്വെയർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുക. യെസ്, മൊഡ്യൂൾ വൈസാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷനെ ഗ്രാഫിക്കലി ഡിസൈൻ ചെയ്യും അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യും ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ മുതൽ നമ്മളുടെ എന്താ പറയുക കോഡിങ്ങിന് മുന്നേ തന്നെ യെസ് വി ഹാവ് ടു ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്. ഓക്കെ. ഇനി ഓരോ മൊഡ്യൂളിൻ്റെ അകത്ത് ഉണ്ടാവുക ആ പർട്ടിക്കുലർ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ വേരിയബിൾസും ഫങ്ഷനാലിറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ. ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ടാസ്ക് ആയിരിക്കും. ആ പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ റിസോഴ്സും എന്തുണ്ടായിരിക്കും ആ മൊഡ്യൂളിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇതാണ് മൊഡ്യൂളാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും യെസ് ഇറ്റ് മസ്റ്റ് ബി എ മെയിൻ ഫംഗ്ഷൻ. അതിൻ്റെ അകത്തൊന്നുണ്ടായിരിക്കും ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കും. We know that the significance of main program. Actually, the execution of the program start the first statement from the main program. Okay. എത്ര പ്രോഗ്രാം ലെങ്തി ആണെങ്കിലും മെയിൻ ഫംഗ്ഷൻ എവിടെയാണോ എഴുതിയുള്ളത് അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺവേർഡ്സ് ആണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടാക്കുന്നു. ഓക്കെ. മൊഡ്യൂൾ 1 എന്ന് പറയുന്നു, മൊഡ്യൂൾ 2 എന്ന് പറയുന്ന 2 മൊഡ്യൂൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി മൊഡ്യൂൾ 1ൻ്റെ അകത്ത് തന്നെ ഫംഗ്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് സബ് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട് സബ് മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മളൊരു ആപ്ലിക്കേഷനെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും മൊഡ്യൂളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ വളരെ കോർ കമ്പോണൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മൊഡ്യൂളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ യു മേ ബി ആസ്ക് അബൌട്ട് വാട്ട് ഈസ് മൊഡ്യൂളാരിറ്റി, വാട്ട് ഈസ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്. ഓക്കെ. വൈവൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്. Okay, so the answer is in order to decrease the complexity of the application, is we divide the problem into independent subproblems. ഓക്കെ. എന്തിനാണെന്നും കൂടെ പറയണം. എന്തിനാണ് നമ്മൾ പ്രോബ്ലം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനാ യെസ് അതിൻ്റെ എൻ്റെ ആപ്ലിക്കേഷൻ്റെ കോംപ്ലക്സിറ്റി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സബ് പ്രോബ്ലമാക്കി മാറ്റുന്നു. ഓരോ സബ് പ്രോബ്ലത്തെ നമ്മൾ ഇൻഡിവിജ്വലി സോൾവ് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ കമ്പൈൻ ചെയ്തിട്ട് എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാക്കി മാറ്റുന്നു. ദിസ് ഈസ് മൊഡ്യൂളാരിറ്റി. ഓക്കെ. നെക്സ്റ്റ് മെസ്സേജ് പാസിംഗ്. ദിസ് ഈസ് അനദർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, സിമ്പിൾ കോൺസെപ്റ്റ് മെസ്സേജ് പാസിംഗ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇതുവരെയുള്ള ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത C പ്രോഗ്രാമിലൊക്കെ നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മെസ്സേജ് പാസിങ്ങും മൊഡ്യൂളാരിറ്റിയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഫംഗ്ഷൻ ശരിക്കും അതാണ് മൊഡ്യൂള്. ഓക്കെ. നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ 3 ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യെസ് അത് 3 മൊഡ്യൂളാണ്. അവിടെ നമ്മൾ മൊഡ്യൂളാരിറ്റി എന്നാണ് അതിനെ പറയുക. ഓക്കെ. അപ്പോൾ നമ്മളതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പറയുമ്പം അതിനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. Okay, actually we implemented the concept of modularity. Next, message passing. Message passing എന്ന് പറയുന്നത് it is nothing but sending and receiving information by the object, same as people exchanging information. Okay, object oriented programming concepts ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ത്രൂ മെസ്സേജ് പാസിംഗ്, ത്രൂ പാരാമീറ്റർ പാസിംഗ്. ഓക്കെ. ത്രൂ ഫങ്ഷൻ കോളിംഗ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. ഇതിനാണ് ശരിക്കും എന്ത് പറയുന്നത് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ C എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യാറുണ്ട്. ഓക്കെ. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാറുണ്ട്. ഓക്കെ. കോൾ ചെയ്യുന്ന സമയത്ത് കോളിംഗ് ഫംഗ്ഷനിൽ നിന്ന് കോൾഡ് ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് പാസ് ചെയ്യാറുണ്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് നോൺ ആസ് മെസ്സേജ് പാസിംഗ്. ഓക്കെ. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സിൽ വി ആർ യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ഓക്കെ. ടു പാസ് ഇൻഫർമേഷൻ ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ ഒബ്ജക്റ്റ്. ഓക്കെ. അവിടെ നമ്മൾ മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ നമ്മൾ ഒബ്ജക്റ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ നമുക്കറിയാം അല്ലേ. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. സോ
ഒബ്ജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ശരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സീലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ സീല് അതുപോലെ ഡാറ്റ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെസ്സേജ് പാസിങ്ങിൽ നമ്മൾ സാധാരണ സീൽ എഴുതുന്ന ഒരു പ്രോഗ്രാം, അതൊരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. എനിവേ സി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മൊഡ്യൂളാരിറ്റിയും അതുപോലെ മെസ്സേജ് പാസിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, സീൻ്റെ അകത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പ്രോഗ്രാമിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു മെൻഷൻ ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ദെൻ ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഏതാണെന്ന് നമ്മൾ പറയണം. ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക്, ഡെഫിനിഷൻ്റെ അകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ഏതാണെന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇൻഫർമേഷൻ എന്നാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാം, ഫംഗ്ഷൻ്റെ പേരും അതുപോലെ ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയാണ് ശരിക്കും എന്ത് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളൂ. വളരെ സിമ്പിളാണ്. എന്താണ് മൊഡ്യൂളാരിറ്റി, എന്താണ് മെസ്സേജ് പാസിംഗ് എന്നുള്ളത് മൊഡ്യൂളാരിറ്റി, വാട്ട് ഈസ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മെസ്സേജ് പാസിംഗ് എന്നുള്ളത് ചോദിക്കാറില്ല. നമുക്കറിയാം എന്താണ് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ആക്ച്വലി നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫംഗ്ഷൻ കോൾ അല്ലെങ്കിൽ മെത്തേഡ് ഇൻവോക്കേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക, മെസ്സേജ് പാസിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് കാണാം. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഒരു മെസ്സേജ് ഒരു ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെയും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഫംഗ്ഷനാണ്, മെത്തേഡാണ്, ജാവൻ്റെ അകത്തുള്ള മെത്തേഡാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോഗ്രാം വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് നിന്നും കാണാം. ഇതിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസ് ഞാൻ അയച്ചിരുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പിക്ക് ചെയ്തിട്ട് നിങ്ങളെ നോട്ടിൽ അത് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയെടുക്കണം എന്നുള്ളതാണ്, വരച്ച് വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ തിയറി എക്സാമിൻ്റെ ഒരു കോർ പാർട്ടാണ് എന്ത് ഡയഗ്രംസ് എന്നുള്ളത്, ഫിഗേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും വിട്ടുപോകരുത്. നിങ്ങൾക്കതിൽ ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇമേജുകളാണ് ഉള്ളത്, ഫിഗേഴ്സാണുള്ളത്. അതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന 1-2 ഇമേജുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിഗേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ നോട്ട് പ്രിപ്പറേഷനിലകത്തേക്ക് നിങ്ങൾ അതിന് മാറ്റി എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സീൻ്റെ അകത്തുള്ള ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന സീൻ്റെ അകത്ത് നമ്മൾ പഠിച്ചില്ല സെയിം പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ കോളിംഗ്, മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നതിന് തന്നെയാണ് നമ്മൾ പറയുന്നത് മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും വീഡിയോസ് ഞാൻ അയച്ചു തന്നിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഓർഡറിൽ തന്നെ കേൾക്കുക, കാണുക. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ കൊണ്ട് പല തവണയായിട്ട് പറഞ്ഞിട്ട്, എത്ര സിമ്പിളായിക്കോട്ടെ നിങ്ങളുടെ ഡൗട്ട്, അല്ലെങ്കിൽ എത്ര എന്താ പറയുക, അത് മണ്ടത്തരാകും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് പേഴ്സണലിയാണ് നിങ്ങൾ അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു ഡൗട്ട്സ് എല്ലാവർക്കും, നിങ്ങൾക്ക് ഒരാൾക്കും ഉണ്ടാവുന്ന ഡൗട്ട്സും ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഡൗട്ട്സ് തന്നെ അറിയിക്കുക. പിന്നെ മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. അത് ഞങ്ങൾക്ക് വീണ്ടും ഇതേപോലെ അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.